നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. നേപ്പാളിലെ അരാജകത്വമാണ്. അവരുടെ ഭരണ സംവിധാനം സമ്പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഈ കലാപം സൃഷ്ടിക്കുന്നവർക്കും അറിയില്ല, അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും അറിയില്ല എങ്ങനെ ആ രാജ്യം സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് കലാപക്കാർക്കും അറിയില്ല, ഭരണക്കാർക്കും അറിയില്ല. ഒരു വിപ്ലവം, ഈ വിപ്ലവം എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാള അർത്ഥം ഇതാണ്: പെട്ടെന്നുള്ള വലിയ മാറ്റം, വിപ്ലവം. ഓക്കെ, പെട്ടെന്നുള്ള മാറ്റമാണ് നേപ്പാളിൽ സംഭവിച്ചത്. ഏതാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ അവിടുത്തെ ഭരണ സംവിധാനം തവിടുപൊടിയായി. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിപ്ലവം ശരിയായ രീതിയിലുള്ള വിപ്ലവം ആവണമെങ്കിൽ ആ വിപ്ലവത്തിന് ശേഷം ജനങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കണം. അതല്ലെങ്കിൽ അതിന് വിപ്ലവം എന്ന് വിളിക്കാൻ ഒക്കില്ല. അത് വെറും അരാജകത്വം മാത്രമാണ്, കലാപം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ യുവജനങ്ങളാണ് കലാപം ഉണ്ടാക്കിയത്. പക്ഷെ അവർക്കും അറിയില്ല എങ്ങനെ ജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധി എത്തിക്കാം എന്നുള്ളത്. ഇതേ സംഭവമാണ് അവിടെ ശ്രീലങ്കയിൽ സംഭവിച്ചത്. അതിനു മുമ്പ് 1991 ഡിസംബർ 26 സോവിയറ്റ് യൂണിയനിലും സംഭവിച്ചത് അതാണ്. സോവിയറ്റ് യൂണിയനിൽ ലെനിൻ്റെ നേതൃത്വത്തിൽ 1917 സാർ ചക്രവർത്തിയെ അട്ടിമറിച്ച് ലെനിൻ്റെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുത്തു. ഇതൊന്നും തന്നെ ജനാധിപത്യ പ്രക്രിയ അല്ല. നേപ്പാളിൽ നടന്നതും ശ്രീലങ്കയിൽ നടന്നതും സോവിയറ്റ് യൂണിയനിൽ 2 തവണ നടന്നതും ജനാധിപത്യ പ്രക്രിയ, ആ പ്രക്രിയയിലൂടെ അല്ല, മറിച്ച് കലാപത്തിലൂടെയാണ് ഇവിടെ എല്ലാം സംഭവം നടന്നത്. ലെനിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം കുറേ കാലം, ദശാബ്ദങ്ങളോളം അവിടെ ഒരു പരിധിവരെ സമൃദ്ധി ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ അതും ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരും പരാജയപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിപ്ലവം ഇനിയും വരേണ്ടിയിരിക്കുന്നു. അത് പക്ഷേ എങ്ങനെ ഒരു ഭരണമാറ്റത്തിന് ശേഷം എങ്ങനെ സമ്പൽ സമൃദ്ധി എത്തിക്കാം എന്നുള്ളത് ആർക്കും അറിയില്ല. ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരാൾക്കും എങ്ങനെ സമ്പൂർണവും ശാശ്വതവുമായ സമ്പൽ സമൃദ്ധി നേടാം എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അഥവാ നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ എഴുന്നേറ്റ് മാറി നിൽക്കാം. ഓക്കെ, ഈ കസേരയിലോട്ടിരിക്കാം. നിങ്ങൾ പറയുക എങ്ങനെ. ഇപ്പോൾ നേപ്പാളിൽ കലാപം നടന്നത്, അത് വിപ്ലവം എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ആ കലാപത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഈ ഇരിക്കുന്ന സീറ്റിലേക്ക് ഇരിക്കാം. അവർക്ക് ഒരു സമ്പൽ സമൃദ്ധ സ്വർഗരാജ്യം അവർക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ അത് പറയാനായിട്ട് ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുകയാണ്. വന്നിരിക്കൂ, പറയൂ. ലോകത്തിന് ഇന്ന് ആവശ്യം കുറേ ഡോക്ടർമാരെയോ എഞ്ചിനീയർമാരെയോ സയൻറ്റിസ്റ്റുകളെയോ ഒന്നുമല്ല, മറിച്ച് എങ്ങനെ സമ്പൽ സമൃദ്ധി ഒരു രാജ്യത്ത് കൊണ്ടുവരാം,
എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ലോകത്തിന് ഇന്ന് ആവശ്യം. ഇന്നെന്നല്ല, അത് നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെയുള്ള ഒരു ആവശ്യം നിലനിൽക്കുന്നു. ഈ നേപ്പാളിൽ കലാപം നടത്തിയ മുഴുവൻ പേരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ കസേരയിൽ വന്നിരുന്ന് ലോകത്തിലെ ദാരിദ്ര്യത്തിനും അസമത്വത്തിനും ഒരു ശാശ്വതവും സമ്പൂർണവുമായ പരിഹാരം നിർദ്ദേശിക്കാൻ കലാപക്കാരെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും, നിങ്ങളെ ഉൾപ്പെടെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ മാറി നിൽക്കാം. ഓക്കെ, ആരെങ്കിലും വന്നിരുന്ന് ഒരു സൊല്യൂഷൻ പറയും. നിങ്ങൾക്ക് ആർക്കും തന്നെ അത് പറയാൻ ഒക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമായതിനു ശേഷമാണ് ഞാനിത് ചോദിക്കുന്നത്. അതുകൊണ്ട് ആരും ധൈര്യപ്പെടാത്ത പ്രവൃത്തി, അതായത് ഈ കസേരയിൽ വന്നിരുന്ന് ജനങ്ങളോട് ഇതാ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം, ലോകത്തിലെ ദാരിദ്ര്യം സമ്പൂർണവും ശാശ്വതവുമായിട്ട് പരിഹരിച്ച് ജനങ്ങളെ സമ്പൽ സമൃദ്ധിയിൽ എത്തിക്കാൻ ഒരു മാർഗം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഈ കസേര വന്നിരിക്കാം. ഞാൻ ജീസസ് സാംബശിവൻ 34 വർഷമായിട്ട് ഞാൻ പറയുന്നു, ലോകത്തെ ദാരിദ്ര്യം സമ്പൂർണമായിട്ടും തുടച്ചു നീക്കി, അഴിമതി, ഇപ്പോ നേപ്പാളിൽ അതായിരുന്നല്ലോ പ്രശ്നം. നേപ്പാളിൽ നിന്നല്ല, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെ അഴിമതി 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് ഞാൻ പറയുന്നത്. 100 ദിവസം കൊണ്ട് ലോകം, ഇന്ത്യ മാത്രമല്ല ലോകം തന്നെ സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമായ ഒരു സ്വർഗരാജ്യമാക്കാം എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ആരും പറയാത്ത ഒരു പരിഹാര നിർദ്ദേശം എനിക്ക് പറയാനുള്ളത് കൊണ്ട് ഞാൻ ഈ സീറ്റിലിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ ലോകത്തിലെ ഹിറ്റ്ലറിനെ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കി, മുസോളിനിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി, ഇതൊക്കെ മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചതാണ്. ഇവിടങ്ങളിലെല്ലാം പട്ടാളവും പോലീസും ഒക്കെ നോക്കുകുത്തികളായി മാറി. കാരണം അവരുടെ കയ്യിലുള്ള ബുള്ളറ്റുകളുടെ എണ്ണത്തിൻ്റെ 10,000 ഇരട്ടി ജനങ്ങൾ തടിച്ചു കൂടിക്കഴിഞ്ഞാൽ പിന്നെ പോലീസും പട്ടാളവും ഒന്നും പ്രസക്തമല്ലാതായി മാറും. പക്ഷെ അതിനുശേഷം അങ്ങനെയുള്ള ഒരു വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്ന ആ കലാപത്തിന് ശേഷം, അരാജകത്വത്തിന് ശേഷം സമ്പൽ സമൃദ്ധമായ ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. എങ്കിലേ അത് യഥാർത്ഥ വിപ്ലവമാകുകയുള്ളൂ. അതല്ലെങ്കിൽ അത് വെറും കലാപവും അരാജകത്വവും മാത്രമായിട്ട് പരിണമിക്കും. നേപ്പാളിലും നല്ല മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഉറപ്പായിട്ടും അവിടെയും സമ്പൽ സമൃദ്ധി വരില്ല. കാരണം ഇന്നത്തെ വ്യവസ്ഥിതി അത് മാറിയോക്കൂ. ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം മാറ്റി പുതിയൊരു വ്യവസ്ഥിതിയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. കറൻസി രഹിത വ്യവസ്ഥ. അതിനെക്കുറിച്ചുള്ള വീഡിയോസും മറ്റും അത് 2000-ലേറെ സാമ്പത്തിക വിദഗ്ധർ പിന്തുണയ്ക്കുന്നതാണ്. കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോകൾ കിട്ടുന്നതാണ്. ദയവായി അത് കാണുക, എൻ്റെ നിർദ്ദേശം പരിഗണിക്കുക.
അത് ഉടനെ എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. 2000 സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്യുന്ന ഈ ആശയം ശ്രദ്ധിക്കാതെ പോകരുത്. തീർച്ചയായിട്ടും അത് മലയാളികൾ ചർച്ചയ്ക്കെടുക്കണം, പരിഗണിക്കണം. അല്ലാതെ കുറേ പാർലമെൻറ്റും പ്രസിഡന്റിൻ്റെ കൊട്ടാരമൊക്കെ തീ കത്തിച്ചെന്ന് വിചാരിച്ചിട്ട് ലോകത്ത് ദാരിദ്ര്യം ഇല്ലാതാവില്ല. ഞാൻ പറയുന്ന ആശയത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: പ്രകൃതി സമ്പത്തും മാൻ പവറും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻസും ഒക്കെ പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അത് മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്: ഒരു വിപ്ലവം യഥാർത്ഥ വിപ്ലവം ആകണമെങ്കിൽ ആ വിപ്ലവത്തിന് ശേഷം ജനങ്ങൾ സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമായ ഒരു ജീവിതം ജനങ്ങൾക്ക് കിട്ടണം. എങ്കിലേ അത് യഥാർത്ഥ വിപ്ലവം ആകുകയുള്ളൂ. അതല്ലെങ്കിൽ അത് വെറും അരാജകത്വവുമായി പരിണമിക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലും കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കിട്ടും. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.